SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം അല്ലെങ്കിൽ ശുദ്ധീകരണം സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു തരത്തിലുള്ള ആശങ്കയുടെയോ ഭയപ്പാടിൻ്റെയോ ആവശ്യമില്ല. വളരെ സിമ്പിളായി ഈ SIR പ്രക്രിയയിൽ നമുക്ക് പങ്കാളികളാകാം. ഈ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഈ ആവശ്യവുമായി നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരികയാണ്. ഈ ബൂത്ത് ലെവൽ ഓഫീസർമാർ 2025 ഒക്ടോബർ 27 വരെയുള്ള വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങൾക്കും അവരുടെ പേരും വോട്ടർ പട്ടികയിലെ വിവരങ്ങളും ഉൾപ്പെടെ ഫോട്ടോയും ഉൾപ്പെടെ പ്രിന്റ് ചെയ്തിട്ടുള്ള 2 പകർപ്പ് എന്യൂമറേഷൻ ഫോമുകളുമായി നമ്മുടെ വീട്ടുകളിലേക്ക് കടന്നു വരികയാണ്. അവർ വരുമ്പോൾ ആ എന്യൂമറേഷൻ ഫോം സ്വീകരിച്ച് അതിലാവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി നമുക്കറിയാത്ത വിവരങ്ങൾ ഉണ്ടു എങ്കിൽ അത് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരിൽ നിന്നും ശേഖരിച്ച് രേഖപ്പെടുത്തി ഒപ്പിട്ട് നൽകുക എന്നുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. ഒപ്പിട്ട് നൽകുക എന്നുള്ള ഒരു നിസ്സാര പ്രവർത്തനം മാത്രമാണ് വോട്ടർമാരായിട്ടുള്ള നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. ആദ്യഘട്ടത്തിൽ ഈ എന്യൂമറേഷൻ ഫോമുകളോടൊപ്പം ഒരു തരത്തിലുള്ള ഡോക്യുമെന്റുകളും ഒരു തരത്തിലുള്ള രേഖകളും ഇപ്പോൾ സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. യാതൊരു രേഖകളും ചോദിക്കാതെ എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകിയാൽ അവരുടെ എല്ലാവരുടെയും പേര് ഡിസംബർ 9 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ ഉൾപ്പെടാത്തവരുടെ വിവരങ്ങൾ മറ്റൊരു ലിസ്റ്റായി പ്രസിദ്ധീകരിക്കുന്നതാണ്. അതായത് ഈ എന്യൂമറേഷൻ ഫോമുകൾ ആവശ്യമായ രേഖപ്പെടുത്തലുകൾ വരുത്തി ഒരു പുതിയ ഫോട്ടോ ഒട്ടിച്ച് ഒപ്പിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് തിരികെ നൽകിയാൽ ആ തിരികെ നൽകുന്ന എല്ലാവരുടെയും പേരുകൾ ഡിസംബർ 9 ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതിനുവേണ്ടി യാതൊരു രേഖയും എന്യൂമറേഷൻ ഫോമിനോടൊപ്പം നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഇത് ഏറ്റവും സിമ്പിൾ ആയ പ്രക്രിയയാണ് എന്ന് പറയാൻ കാരണം. ഇനി ഈ ഡിസംബർ 9 പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരുടെ വിവരങ്ങളുടെ മറ്റൊരു ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. അതായത് എന്യൂമറേഷൻ ഫോം ഒപ്പിട്ട് നൽകി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് എങ്കിൽ അവർക്ക് ഒരു ഡോക്യുമെന്റും സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ സന്താനങ്ങളും പേരമക്കളും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവരും, അതായത് പ്രോജനി മാപ്പിംഗ്, അവരും ഒരു ഡോക്യുമെന്റും പിന്നീട് സമർപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അതായത് ഫോമുകൾ ഒപ്പിട്ട് നൽകിയ അങ്ങനെ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവർക്ക് 2002 SIRൽ ഉൾപ്പെട്ടവർ അല്ലെങ്കിൽ 2002 SIRൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ മക്കൾ, പേരമക്കളായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ളവർക്കും
ഒരു രേഖയും സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ മാത്രം ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് 12 ഡോക്യുമെന്റുകളിൽ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് സമർപ്പിക്കേണ്ടതുള്ളൂ. അപ്പം അത്ര എളുപ്പത്തിലാണ്, സിമ്പിളാണ് നമ്മുടെ ഈ SIR ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്.